വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൗ ടു മേക്ക് മണി ഓൺലൈൻ. അതെ, ഓൺലൈൻ വഴി എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നതിനെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്റെ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓൺലൈൻ വഴി ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ആക്ച്വലി പേ ഔട്ട് ചെയ്യുന്നത് ആൻഡ് വളരെ ഈസി ആയിട്ട് വളരെ മിനിമം ആയിട്ടുള്ള എഫേർട്സ് ഇട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ ഓൺലൈൻ വഴി ക്യാഷ് ഉണ്ടാക്കാം എന്നതിനെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ ഇൻകം തന്നെ ഓൺലൈനിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണെന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോസ് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കുക. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. വളരെ ജെന്യൂൻ ആയിട്ട് തന്നെ പേ ഔട്ട് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ആണ്. കുറച്ച് എഫേർട്സ് ഇട്ടാൽ മാത്രം മതി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നൊക്കെ ആക്ച്വലി ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. സോ അതുപോലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആപ്പും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആൻഡ് ഈ പറയുന്ന ആപ്പ് എന്ന് പറയുന്നത് മീഡിയ സർവീസ് എന്നാണ് ഈ പറയുന്ന ആപ്പിന്റെ പേര്. പ്ലേ സ്റ്റോറിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അത്യാവശ്യം നല്ല റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉള്ള ആപ്പാണ്. ഇതിനകത്ത് ഒരുപാട് യൂസേഴ്സിന്റെ റിവ്യൂസ് ഒക്കെ ഉണ്ട്. വളരെയധികം പോസിറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷെ സ്റ്റിൽ പലർക്കും ഇതിനെ പറ്റി അറിയത്തില്ല. അത് ഞാൻ ഇന്നുവരെ ചെയ്തിട്ടുള്ളതിൽ അല്ലെങ്കിൽ ഇന്നുവരെ പറഞ്ഞിട്ടുള്ളതിൽ വെച്ചിട്ട് ഓൺലൈൻ വഴി ഏറ്റവും ഈസി ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ടാസ്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ക്യാഷ് തരുന്നത്. പക്ഷേ നമ്മൾ വെറുതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാഷ് തരുന്ന ഒരേ ഒരു ആപ്ലിക്കേഷനാണിത്. സോ ലിറ്ററലി ഞാൻ പറയുകയാണ്, നമ്മൾ വെറുതെ ഇരുന്നാൽ മാത്രം മതി നമുക്ക് ആക്ച്വലി ക്യാഷ് കിട്ടും. സോ ഇനി ഞാൻ എന്റെ പരിപാടി എന്താണെന്ന് പറയും. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരുപാട് മീഡിയ സർവീസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ നമ്മൾ ഓരോ ദിവസം ഇത്ര മണിക്കൂർ യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സർവീസും സർവേ റിസൾട്ട്സ് ഒക്കെ കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതുപോലത്തെ സർവീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവരിത് ചെയ്യുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അവരൊരു പെർമിഷൻ ചോദിക്കും. നമ്മൾ ആക്ച്വലി ഓരോ ആപ്സ് എത്ര നേരം യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു പെർമിഷനാണിത്. അപ്പൊ നമ്മൾ ഈ പെർമിഷൻ കൊടുക്കുമ്പോഴേക്കും ഈ ആപ്ലിക്കേഷനകത്ത് തന്നെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അപ്പൊ നമ്മൾ ഇതിനകത്തുള്ള ഈ പോയിന്റ് ആക്സിലേറ്റർ ഓൺ ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ്, അതായത് യൂട്യൂബ് ടി വി എന്നൊക്കെ പറയുന്നത് ഇപ്പം ഒരു സിസ്റ്റം ആപ്പും ആയതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ കാസ്റ്റ് ഒക്കെ ചെയ്ത് ടി വിയിലോട്ടൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതും കൂടെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ടി വി എന്നൊക്കെ പറയുന്നത്. അപ്പം യൂട്യൂബ് ടി വി അല്ലെങ്കിൽ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ എത്ര നേരമാണ്, അതായത് ഒരു ദിവസം നമ്മൾ എത്ര നേരമാണ് ഇതിന്റെ മുന്നിൽ സ്ക്രീൻ ടൈം ആയിട്ട് ചെലവാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. സോ ഇത് ചെലവാക്കിയ ശേഷം ഇവരിത് അവരുടെ റിസർച്ച് പർപ്പസിനും സ്റ്റഡീസിനും വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ബേസിക്കലി ഈ ആപ്പിന്റെ പരിപാടി. ആൻഡ് ഈ പോയിന്റ് ആക്സിലേറ്റർ നമ്മൾ അല്ലെങ്കിൽ ഓൺ ആക്കുന്നത് വഴി നമുക്ക് ആക്ച്വലി ഒരുപാട് പോയിന്റ് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ആൻഡ് ഈ പോയിന്റ്സ് എല്ലാം നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാം. ഫ്ലിപ്കാർട്ടിന്റെ ഗിഫ്റ്റ് കാർഡ്സ് അല്ലെങ്കിൽ ക്രോമ ഗിഫ്റ്റ് കാർഡ്സ്, ഇങ്ങനെ ഈ സംഭവം വെച്ചിട്ടൊക്കെ നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിന്റെ എല്ലാ വീക്കിലും നമുക്ക് ഇതിനകത്ത് എം പോയിന്റ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പം എം പോയിന്റ്സ് കിട്ടുന്ന മാത്രമേ നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഈ എം പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാ വീക്കിലും ആക്ച്വലി ഒരു ഡ്രോ നടത്തുന്നുണ്ട്. അപ്പം ഈ ഡ്രോ വഴി നമുക്ക് ഇത്രയും എം പോയിന്റ്സ് കിട്ടും. അതെല്ലാം നമുക്ക് വെച്ചിട്ട് ഈ ഫ്ലിപ്കാർട്ടിന്റെ 1000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ്സ് ഉണ്ട്, 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ്സ് ഉണ്ട്. അപ്പൊ ഗിഫ്റ്റ് കാർഡ്സ് ആയിട്ട് നമുക്ക് ഇത് ക്യാഷ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആപ്ലിക്കേഷൻ ഇത്രയോളം വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടത് തന്നെ വേറെ ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഈ ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഈ പറയുന്ന സാധനം ഒന്ന് ഓണാക്കി ഇട്ട ശേഷം ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറഞ്ഞ നമ്മുടെ ഈ ബിറ്റ് കോയിൻ മൈനിങ് പോലെയൊക്കെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറയുന്ന സാധനം റൺ ആയിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ പറഞ്ഞ പോയിന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ആൻഡ് ഈ പോയിന്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ആക്ച്വലി ക്യാഷ് ഔട്ട് ചെയ്യാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അത് മാത്രമല്ല, ഇതിനകത്ത് ചെറിയ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് സർവേ വഴിയൊക്കെ ക്യാഷ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കയറുമ്പോൾ ആക്ച്വലി ഇവർ ആദ്യം തന്നെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. നമ്മുടെ പേര്, നമ്മുടെ വയസ്സ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അതിന് ഇവർ റിവാർഡ്സ് തരുന്നുണ്ട്. സോ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഈ സാധനം ഓണാക്കി ഇട്ടിരിക്കുക, വെറുതെ ആയിരിക്കും, നമുക്ക് ക്യാഷ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്, ഓക്കെ, പ്രൈവസി കൺസേൺസ്. അതെ, പ്രൈവസി കൺസേൺസിനെ കുറിച്ച് നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് അതിനൊക്കെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു വഴിയുണ്ട്. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അതിന് ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ 2 ഫോൺ ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെ 2 ഫോൺ ഇല്ലാത്തവരിപ്പം സിസ്റ്റം ഉള്ളവരാണെങ്കിൽ ബ്ലൂ സ്റ്റാക്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്താലും മതി. 2 ഫോൺ ഉള്ളവരാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ പഴയ ഫോണിൽ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ജസ്റ്റ് അതങ്ങ് റൺ ചെയ്യണം. അപ്പൊ റൺ ചെയ്തിടുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടിരുന്നാൽ മതി. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഇതിനകത്തോട്ട് പോകുന്നില്ല. ഈ ബാക്കി ആപ്ലിക്കേഷൻസിലൊന്നും നിങ്ങൾ ലോഗ് ചെയ്യാതിരുന്നാൽ മതി. അപ്പൊ അതിൽ കയറിയ ശേഷം ഈ പറഞ്ഞ അവർ ജസ്റ്റ് അവരുടെ ഈ ടൈമും കാര്യങ്ങളൊക്കെ അവർ അതിൽ നിന്ന് റെക്കോർഡ് ചെയ്ത ശേഷം എടുത്തുകൊണ്ട് പോകും. നമുക്ക് വെറുതെ തന്നെ ക്യാഷ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ പ്രൈവസി അവിടെ പ്രശ്നമില്ല. പ്രൈവസിയുടെ കാര്യം ഞാൻ ജസ്റ്റ് പ്രൈവസിയിൽ കൺസേൺസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത്. ആക്ച്വലി ഇവിടെ പ്രൈവസി കൺസേൺസിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന പെർമിഷൻസിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയിട്ടാണ് പെർമിഷൻസ് ഓൺ ആക്കുന്നത്. അപ്പൊ ആ പെർമിഷൻസ് ഓൺ ആക്കുമ്പോൾ തന്നെ അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്ത് പെർമിഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ആപ്പ് മോണിറ്റർ ചെയ്യാനുള്ള പെർമിഷൻസ് ഒന്നുമല്ല കൊടുക്കുന്നത്. ആപ്പിന്റെ സമയം, അതായത് ഒരു ആപ്പ് യൂസ് ചെയ്യുന്നതിന് അതിന് സെൻട്രലൈസ്ഡ് ആയിട്ട് ഫോണിന്റെ സെറ്റിംഗ്സിൽ തന്നെ ഒരു സംഭവമുണ്ട്. അപ്പം ആ ഒരു പെർമിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ആക്ച്വലി നമ്മൾ എത്ര നേരമാണ് ഓരോ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. ആൻഡ് ആ ഡേറ്റ യൂസ് ചെയ്ത് ഓഫ് കോഴ്സ് അവരെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിന്
അതിന് നമുക്ക് പൈസയും കിട്ടുന്നു. സോ ലിറ്ററലി നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ യാതൊരു പരിപാടിയും ചെയ്യുന്നില്ല, നമ്മൾ വെറുതെ ഇരിക്കുന്നു. നമ്മുടെ സാധാരണ ഫോൺ യൂസ് ചെയ്യുന്ന മാതിരി തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതി. ആൻഡ് അതുവഴി നമുക്ക് ആക്ച്വലി നമ്മൾ വേറെ ഒന്നും ചെയ്യാണ്ട് നമ്മൾ ജസ്റ്റ് നോർമലി ഫോൺ യൂസ് ചെയ്യുന്ന മാതിരി യൂസ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വീണുകൊണ്ടിരിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ, വളരെ വളരെ സിമ്പിൾ ആണ്. ആപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ആൻഡ് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പേ ഔട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതും കമന്റ് ചെയ്യുക. എന്തുണ്ടെങ്കിലും ജസ്റ്റ് കമന്റിൽ ഇടുക, ഞാനത് നോക്കും, ഞാനത് റെസ്പോണ്ട് ചെയ്യും. ഇനി ഇതിന്റെ പേരിൽ ഇനി വേറെ എന്തെങ്കിലും വീഡിയോ ഇതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. സോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, അജിത്.